ഒറിജിനലിനെ വെല്ലും ദിലീപിന്റെ മിനിയേച്ചറുകൾ. KSRTC ആറ്റിങ്ങൽ ഡിപ്പോയിൽ മെക്കാനിക്കൽ സെക്ഷനിൽ 12 വർഷം താൽക്കാലിക ജീവനക്കാരനായിരുന്നു ദിലീപ്. പിന്നീട് ആ ജോലി നഷ്ടപ്പെട്ടു. KSRTCയോടുള്ള അടങ്ങാത്ത സ്നേഹം മിനിയേച്ചർ ബസ്സുകളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു. ബസ്സുകളുടെ പുറമേയുള്ള രൂപം മാത്രമല്ല, അതിനുള്ളിലെ മെക്കാനിക്കൽ ഭാഗങ്ങൾ ഉൾപ്പെടെ സൂക്ഷ്മതയോടെ പുനർസൃഷ്ടിക്കുകയാണ് ദിലീപ്. ഷോയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബസ്സാണ്. എന്നാലും സാധാ ഒരു ബസ്സിൽ ഉള്ള എല്ലാ ഭാഗങ്ങളും ഇതിനകത്തുണ്ട്. ഒരു ടെക്നിക്കൽ മോഡലിൽ സെറ്റ് ചെയ്യണമെന്ന് ഉണ്ട്, ആഗ്രഹമുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ISROയുടെ ഒരു ബസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മൾട്ടിവുഡ്, ഷീറ്റ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് ബസ്സുകളുടെ നിർമ്മാണം. KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, എക്സ്പ്രസ്, റിക്കവറി വാൻ തുടങ്ങി ISROയുടെ ബസ്സുകൾ സഹിതം ദിലീപിന്റെ ശേഖരത്തിലുണ്ട്. ITയിൽ നിന്ന് ഷീറ്റ് മെറ്റൽ കോഴ്സ് പാസ്സായ ദിലീപ് പിന്നീട് KSRTCയിൽ ജോലി നോക്കിയെങ്കിലും അവിടെ സ്ഥിരമാകാൻ കഴിഞ്ഞില്ല. സീനിയർ ലിസ്റ്റിൽ പേരുള്ള ദിലീപ് KSRTCയിൽ സ്ഥിരം ജോലി ലഭിക്കുമെന്ന സ്വപ്നവുമായി മുന്നോട്ടു പോവുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. TS ഹരികൃഷ്ണയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹരി കുറേ നാൾ KSRTCക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. പക്ഷേ KSRTC തന്നെ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. എന്നിട്ടും അതിനോടുള്ള സ്നേഹം കാണുമ്പോഴാണ് ഇങ്ങനെ ആനവണ്ടിയൊക്കെ നിർമ്മിക്കുന്നു, അപ്പം വീണ്ടും KSRTCയിൽ തിരിച്ചു കയറണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹവും. പൂജ, എനിക്ക് ആ വിഷ്വൽസ് കണ്ടപ്പോഴേ ഈ അദ്ദേഹം ഉണ്ടാക്കിയ മിനിയേച്ചർ ബസ്സുകളെല്ലാം കൂടി ഇങ്ങനെ അടുക്കിയിട്ടപ്പോൾ നമ്മൾ തമ്പാനൂരൊക്കെ പോയി ബസ് ഡിപ്പോയ്ക്കകത്ത് കയറുമ്പോൾ ബസ്സുകൾ ഇങ്ങനെ നിർത്തിയിട്ടേക്കില്ലേ, അതുപോലെ ആ വിഷ്വൽ കണ്ടപ്പോൾ തോന്നി. ഈ ദിലീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 12 വർഷമാണ് താൽക്കാലിക ജീവനക്കാരനായിട്ട് KSRTC ജോലി ചെയ്തത്. മെക്കാനിക്കൽ വിഭാഗത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് KSRTCയിൽ ജോലി ചെയ്യണമെന്നുള്ളത് അതിയായ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ആ ജോലി തുടർന്നു പോയത്. പക്ഷേ സ്വാഭാവികമായിട്ടും താൽക്കാലിക ജീവനക്കാരനാകുമ്പോൾ എന്തെങ്കിലും ഒരു പീരീഡ് കഴിയുമ്പോൾ മാറേണ്ടി വരുമല്ലോ. അങ്ങനെയാണ് KSRTCയിൽ നിന്ന് മാറിയത്. പക്ഷേ അതിനുശേഷം ഈ 3 വർഷം കൊണ്ട് അദ്ദേഹം ചെയ്ത ജോലി എന്തെന്നാൽ ഇങ്ങനെ മിനിയേച്ചറുകൾ നിർമ്മിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ മിനിയേച്ചറുകൾ നിർമ്മിച്ചതാണ് ഈ KSRTC ബസ്. KSRTC ബസ് മാത്രമല്ല, ഈ JCB പിന്നെ മറ്റ് വാഹനങ്ങളൊക്കെ അദ്ദേഹം നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ നിർമ്മിച്ചതും. എനിക്ക് തോന്നുന്നു KSRTCയോട് അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടമാണ് ഇങ്ങനെ നിർമ്മിക്കാൻ ഇടയാക്കിയത്. മാത്രമല്ല, കുറേ പേര് ഈ മിനിയേച്ചറൊക്കെ വന്ന് കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നു. പക്ഷേ ഇതൊരു വരുമാന മാർഗ്ഗമല്ല കേട്ടോ. പകരം ഇതുണ്ടാക്കാൻ വേണ്ടി കുറച്ച് കാശ് ചിലവാകുമല്ലോ, ആ ഒരു ചെറിയ തുക മാത്രമാണ് അദ്ദേഹം അവരിൽ നിന്ന് വാങ്ങുന്നത്. പിന്നെ ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഒരു അതിയായ ആഗ്രഹം എന്ന് പറയുന്നത്, ഇനിയുള്ള ആഗ്രഹം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ സീനിയർ ലിസ്റ്റിൽ അദ്ദേഹത്തിന് പേരുണ്ട്. അപ്പം KSRTCയിൽ തിരിച്ച് ജോലിക്ക് കയറാൻ പറ്റിയെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടക്കട്ടെ. ഇതുപോലെ മിനിയേച്ചറൊക്കെ ഇനിയും അദ്ദേഹം ഉണ്ടാക്കട്ടെ.